അതേസമയത്ത് ഈ തെരഞ്ഞെടുപ്പ് നമ്മളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്, ഈ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്, മതേതരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്, ഭരണഘടനയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. അതിന് വേണ്ടി പോരാടാൻ പാർലമെന്റിനകത്ത് ജനാധിപത്യം പാർലമെന്റിനകത്ത് നിയമനിർമ്മാണം നടത്തുന്നതിനകത്ത് അത് ശക്തമായി അതിനുവേണ്ടി വാദിക്കാവുന്ന ഒരു കേന്ദ്രമാണ് ഭരണകൂടം. അവസാനത്തെ ദിവസമാണ് മണ്ഡലം എന്ന് വെച്ചാൽ മണ്ഡലം അവസാനമായി കവർ ചെയ്യുന്ന മണ്ഡലമാണ് നമ്മുടെ കോട്ടയം. ബാക്കി 6 മണ്ഡലങ്ങളിൽ ഇന്നലെയോടെ പൂർത്തിയായി. എല്ലാ സ്ഥലത്തും വളരെ ആവേശകരമായ ദൃശ്യങ്ങളാണ് പ്രവർത്തകരും നാട്ടുകാരും നാട്ടത്തും അങ്ങാടിയിലും നട്ടുച്ചതും. ഇന്നലെ തിരുവനങ്ങാടിയായിരുന്നു, അവസാനം റോഡ് ഷോ ആയിരുന്നു. തിരുവനങ്ങാടിയിൽ നിന്ന് കരുവനങ്ങാടി വരെ വലിയ ആവേശ തള്ളിച്ചയാണ്. അവിടെ തൃക്കാലയിലും കവലൂരിലും ആദ്യം തന്നെ റോഡ് ഷോ നടന്ന സ്ഥലമാണ് നമ്മൾ പ്രഖ്യാപിച്ചവിടെ തിരൂരും തിരുവനങ്ങാടിയും. അന്ന് തന്നെ വൈകുന്നേരം എല്ലാം വലിയ ഒരു ജനപ്രവാഹമായിട്ട് മാറി. അന്നായിട്ട് പോലും നമ്മുടെ കോട്ടക്കലും തൊട്ടടുത്തൊരു ദിവസം കോട്ടക്കൽ നമ്മുടെ കോട്ടക്കൽ നഗരത്തിൽ പട്ടണത്തിൽ റോഡ് ഷോ നടന്നു. ഇന്ന് നമ്മൾ റോഡ് ഷോക്ക് ആരംഭം കുറിക്കുകയാണ്. അതിനിടയിൽ കൂടി ഒരാൾ കൈകേസ് വന്നിട്ടുണ്ട്, ഇത് നമ്മുടെ ലാസ്റ്റ് തെരഞ്ഞെടുപ്പാവോ? ഈ നാടന്മാരായ മനുഷ്യന്മാരുടെ രാഷ്ട്രീയ വിവേകം, അങ്ങനത്തെ ഒരു കാലത്തൂടെ നമ്മൾ പോണത്. അങ്ങനത്തെ ഒരു കാലത്തൂടെ നമ്മൾ പോണത്. വളരെ സീരിയസ് ആണ് ഈ ഇലക്ഷൻ. ലാസ്റ്റ് ബസ്സാണ്, ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഒടുക്കത്തെ ബസ്സാണ്. വളാഞ്ചേരിയുടെ ഇടവിലേക്കുള്ള രാത്രിയിൽ ഒടുക്കത്തെ ബസ് പോയാൽ പിന്നെ വേറെ വല്ല വഴിയും കേടില്ലാതെ കിടക്കാൻ വല്ല ഓട്ടോറിക്ഷ പിടിക്കുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ കാറ് ടാക്സി പിടിക്കുക ഒക്കെ വഴി ഉണ്ടാവും. ഇത് ഒരു വഴിയില്ല. ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് വീണ്ടും അവർ അധികാരത്തിൽ വന്നാൽ, കുറച്ച് സീറ്റും കൂടി അവർക്ക് കിട്ടിയാൽ, ഏക സിവിൽ കോഡ് മാത്രമൊന്നുമല്ല വരിക, പൗരത്വം മാത്രമൊന്നുമല്ല, നിയമമൊന്നുമല്ല വരിക, അവർ തോന്നിയ പോലെ ഇന്ത്യ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകും. അതിനെ തടുക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഒരു മതേതര സർക്കാർ. അതിനൊറ്റ പാർട്ടിയേ ഉള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ്. അതാണ് ഇന്ത്യ സഖ്യം. അതാണ് സാദിഖ് അലി തങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ നിലപാട്. ഒരു നേതാവേ ഉള്ളൂ, രാഹുൽ ഗാന്ധി. അതിലൊന്നും ആർക്കും സംശയമില്ല. ഞാൻ രാഹുൽ ഗാന്ധിയോട് വളരെ അടുത്തിരുന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന, ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ്.